ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായ ഇന്ത്യ, ലോകത്തെ തന്നെ മൂന്നാമത്തെ നാലാമത്തെ ശക്തിയായി ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഇന്ത്യയെ അത്ര പെട്ടെന്ന് തിരിച്ചടിക്കുക എളുപ്പമല്ല. അവർ ഇനിയും ചെയ്യാൻ പോകുന്ന ഒളി യുദ്ധം പഴയതുപോലെ. പക്ഷേ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക, അതിനുള്ള പ്രാപ്തി പാകിസ്ഥാന് ഈ ഭീകരരെ ട്രെയിൻ ചെയ്ത് അടക്കമുള്ള ഈ ജെയ്ഷെ പോലുള്ള സംഘടനകളെ പൂർണ്ണമായും തുറച്ചു വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇനി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതിന് തന്നെയാണ് ഈ ഭീകരാക്രമണം. അതിൽ നമ്മൾ വലിയ പരിധി വരെ വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വരുന്നത് ദിവ്യ, പാക് മണ്ണിലെ ഭീകര താവളങ്ങൾക്ക് നേരെ 21 മിനിറ്റ് നീണ്ട തുടർച്ചയായ ആക്രമണം ഇന്ത്യ നടത്തിയെന്നാണ്. 21 മിനിറ്റാണ് ഈ ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ ഒരു 2 3 മിനിറ്റ് 4 മിനിറ്റ് പോയി ബോംബിട്ട് തിരിച്ചു വരുന്ന ആക്രമണമായിരുന്നില്ല. 21 മിനിറ്റ് എന്ന് പറയുമ്പോൾ സൈന്യം സംബന്ധിച്ചിടത്തോളം വലിയൊരു സമയമാണ്. അത്രത്തോളം നീണ്ട തുടർച്ചയായ ആക്രമണം നടത്തുകയും അങ്ങനെയാണ് ഈ 300-400 ഭീകരരെ വധിക്കാൻ സാധിച്ചത്. ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം പഴയ BJP നേതാവ് യശ്വന്ത് സിൻഹയുടെ അടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കമുള്ള ട്വീറ്റുകൾ പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം സൈന്യത്തെയും ഈ പൈലറ്റുമാരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ ട്വീറ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുകയാണ്. 12 മിറാഷ് വിമാനങ്ങൾ അതിർത്തി കടന്ന് മുസഫറാബാദിലും ബാൽകോട്ടിലും അടക്കം ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ.